ഹലോ എവരിവൺ, നമസ്കാരം. വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഒരുപാട് പേര് എൻ്റെ ഇൻസ്റ്റഗ്രാം ഫോട്ടോസൊക്കെ കണ്ട സമയത്ത് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആയിരുന്നു പിസ്സ. അപ്പോൾ നമുക്ക് പിസ്സ ഉണ്ടാക്കാം. പിസ്സയുടെ ഡോ ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമുക്ക് അതിന് വേണ്ടിയിട്ട് 1 കപ്പ് ഇളം ചൂടുവെള്ളം, നമുക്ക് കൈ കറക്റ്റായിട്ട് മുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഇളം ചൂടുവെള്ളമായിരിക്കണം. അതിലേക്ക് നിങ്ങളുടെ കയ്യിൽ ഞാനിപ്പോൾ ഇത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് യൂസ് ചെയ്യുന്നത്, പക്ഷേ എന്നാലും ഞാൻ പ്രൂഫ് ചെയ്യണ പോലെ കാണിച്ചു തരുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഡ്രൈ ഈസ്റ്റ് ആണെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഡ്രൈ ഈസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ട് ഏകദേശം ഒരു 3/4 ടേബിൾ സ്പൂണേ ഇടുന്നുള്ളൂ. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണെങ്കിൽ ഒരു 3/4 ടേബിൾ സ്പൂൺ മതി. ഡ്രൈ ഈസ്റ്റ് ആണെങ്കിൽ 1 ടേബിൾ സ്പൂൺ. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. ഇത് ഡ്രൈ ഈസ്റ്റിൻ്റെ കാര്യമാണെങ്കിൽ ഞാൻ പറയുന്നത് കേട്ടോ. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണെങ്കിൽ നമുക്ക് അപ്പം തന്നെ യൂസ് ചെയ്യാം, പക്ഷെ ഞാനിത് പ്രൂഫ് ചെയ്തിട്ട് തന്നെയാണ് കാണിക്കുന്നത്. പിന്നെ നമ്മൾ എടുക്കേണ്ടത് 2.5 കപ്പ് മൈദയാണ്. രണ്ടര കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കതിലേക്ക് നമ്മൾ പ്രൂഫ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. നമ്മളിപ്പോൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഡയറക്റ്റ് ഈസ്റ്റ് ഇതിലേക്ക് ചേർത്തിട്ട് വെള്ളവും ചേർത്ത് കുഴച്ചെടുത്താൽ മതി. ഞാൻ ആക്റ്റീവ് ഈസ്റ്റ് യൂസ് ചെയ്യുന്നവർക്ക്, ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് യൂസ് ചെയ്യുന്നവർക്ക് ഉള്ള രീതിയിൽ ഇത് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നന്നായി കുഴച്ചെടുക്കണം. ഒരു 5 മിനിറ്റോളം നമ്മൾ നന്നായിട്ട് കുഴച്ചെടുക്കണം. അതിൻ്റെ ആ ഒട്ടലുണ്ടല്ലോ അത് മാറണം. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ആ ഒട്ടൽ നന്നായിട്ട് മാറും ചെയ്യും. നമുക്ക് പെട്ടെന്ന് കുഴച്ചെടുക്കാനും പറ്റും. നല്ല സ്മൂത്തായിട്ട് കുഴച്ചെടുക്കുക. കണ്ടോ, ഈ ഒരു പരുവത്തിലേക്ക് നമ്മൾ കുഴച്ചെടുക്കണം. എന്നിട്ട് ഇതിങ്ങനെ നമ്മൾ റോൾ ചെയ്യുമ്പോൾ അത് പൊട്ടി പോരാൻ പാടില്ല. അതാണ് കണക്ക്. അതായത് അതിൽ ക്രാക്കില്ലാത്ത രീതിയിൽ നമുക്ക് അങ്ങനെ റോൾ ചെയ്തെടുക്കാൻ പറ്റണം. ടക്കിൻ ചെയ്തിട്ട് നമ്മൾ റോൾ ചെയ്തെടുക്കുക. എന്നിട്ട് അത് ആ ബൗളിലേക്ക് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ കുറച്ച് ഒലിവ് ഓയിലും കൂടെ തടവി കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ചിട്ട് 1 മണിക്കൂർ, ഒരു 30 to 45 മിനിറ്റ്സ് ആകുമ്പോഴേക്കും നന്നായിട്ട് ഡബിളായിട്ട് വരും ഡോ. അത്രയും നേരം അടച്ചു വയ്ക്കണം. ഈ രീതിയിൽ നന്നായിട്ട് പൊന്തി വരണം. എന്നിട്ട് അത് നമ്മൾ പഞ്ച് ചെയ്തിട്ട് വീണ്ടും അതേപോലെ കുഴച്ചെടുക്കണം. ഒന്നും കൂടെ ഇങ്ങനെ സ്മൂത്ത് ഡോ ആയിരിക്കും. ഇനി അത് നന്നായിട്ട് ഒന്നും കൂടെ കുഴച്ചെടുക്കുക. ഒരുപാടിട്ട് കുഴക്കേണ്ട, ഒന്നും കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അതിനുശേഷം നമുക്കത് ഈ ഒരു അളവ് നിന്ന് നമുക്ക് ഒരു 3 മീഡിയം പിസ്സ അല്ലെങ്കിൽ 2 ലാർജ് പിസ്സ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം ഞാനിവിടെ 3 മീഡിയം പിസ്സയാണ് ഉണ്ടാക്കുന്നത്. നമുക്കതിലേക്കുള്ള ടോപ്പിങ്സ് എല്ലാം അരിഞ്ഞെടുക്കണം. സവാളയും ക്യാപ്സിക്കും മഷ്റൂമും ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചിക്കനും ഉണ്ട്. ചിക്കൻ നമ്മൾ ആദ്യം മാരിനേറ്റ് ചെയ്ത് വെക്കുക. നോർമൽ കുറച്ച് നമ്മുടെ മസാല പൊടികൾ ചേർത്തിട്ട് നമ്മൾ സാധാരണ ചിക്കൻ മാരിനേറ്റ് ചെയ്യില്ലേ, അതേപോലെ മാരിനേറ്റ് ചെയ്ത് വെക്കുക. ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ട്. ഇനി ഇവിടെ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നമ്മൾ എന്തിലാണോ പിസ്സ ബേക്ക് ചെയ്യാൻ പോണത് അതിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഡോ വെച്ചിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്യണം. അത് വലിഞ്ഞ് പോവും. അപ്പോൾ ഒന്ന് കൈ വെച്ചിട്ട് നമ്മൾ പിടിച്ച് നന്നായിട്ട് അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. അതേപോലെ തന്നെ ഞാൻ ഓവൻ ട്രേയിലും 2 മീഡിയം പിസ്സയും കൂടെ സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബേസ് തിൻ ക്രസ്റ്റാണ് ഞാനിവിടെ ചെയ്യുന്നത്. അതായത് വളരെ തിന്നായിട്ടുള്ള ക്രസ്റ്റാണ്. പിന്നെ നമ്മളൊരു ഫോർക്ക് വെച്ചിട്ട് അതിലിങ്ങനെ പ്രിക്ക് ചെയ്ത് കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ അത് നമ്മൾ ബേക്ക് ചെയ്യുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഇങ്ങനെ പൊന്തി വരും. അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ പ്രിക്ക് ചെയ്ത് കൊടുത്താൽ മതി, ഒരു ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ. അതെല്ലാം നിങ്ങൾക്ക് തിക്ക് ക്രസ്റ്റാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഇങ്ങനെ ചെയ്യണമെന്നില്ല. പിന്നെ നമ്മൾ പിസ്സ സോസ് വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിവിടെ ബോട്ടിൽഡ് പിസ്സ സോസ് വാങ്ങിയതാണ്. അത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒരു 4-5 ടേബിൾ സ്പൂൺ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം പിസ്സ സോസ്. അതിനുശേഷം നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ആദ്യം ചീസ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ടോപ്പിങ്സ് വെക്കാം. അതല്ല, ആദ്യം ടോപ്പിങ്സ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ചീസ്, എങ്ങനെ വേണമെങ്കിലും നമുക്ക് ലെയർ ചെയ്യാം. ഞാനിപ്പോൾ ഇതിൽ
ചെയ്യുന്നത് ആദ്യം കുറച്ച് ടോപ്പിങ്സ് വെച്ചു, അതിനുശേഷം ചീസ് ഇട്ട് കൊടുത്തു, പിന്നെ വീണ്ടും ടോപ്പിങ്സ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കുറച്ചും കൂടെ ചീസ് ഇട്ട് കൊടുത്തു. അങ്ങനെയാണ് ഈ ഒരു പിസ്സ ഞാൻ ചെയ്തെടുത്തത്. ടോപ്പിങ്സ് ഒക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാം. എത്ര വേണമെന്നുണ്ടെങ്കിലും അതിനനുസരിച്ച് ചെയ്യാം. അത് ഏതൊക്കെയാണ് വേണ്ടതെന്നും ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ചിലർക്ക് ചില കാര്യങ്ങൾ ഇഷ്ടമാവില്ല, അപ്പോൾ അതിനനുസരിച്ച് ടോപ്പിങ്സ് മാറ്റി കൊടുത്താൽ മതി. ഞാനിവിടെ ഓണിയൻ, ക്യാപ്സിക്കം, മഷ്റൂം, ചിക്കൻ, ആലപ്പിനോ, ഒലീവ്സ് ഇത്രയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അതിന് മുകളിൽ കുറച്ച് ഒറിഗാനോ അങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിസ്സ സോസിൽ ഒറിഗാനോ ഉണ്ടാവും, എന്നാലും ഒരു ടോപ്പിങ്സിൻ്റെ കൂടെ അത് നമുക്ക് കിട്ടുമ്പോൾ നല്ലൊരു ഫ്ലേവർ വരും. പിന്നെ കുറച്ച് ക്രഷ്ഡ് ചില്ലിയും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പിസ്സ ഇവിടെ റെഡിയായി. ഇത് ബേക്ക് ചെയ്തെടുത്താൽ മതി. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കി 2 പിസ്സയും ടോപ്പിങ്സ് എല്ലാം വെച്ച് ചീസ് എല്ലാം സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ അവൻ ഒരു 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്തിടണം. ഒരു 10 മിനിറ്റ്സ് ഒക്കെ വെക്കുമ്പോഴേക്കും 180 ഡിഗ്രിയിൽ അത് പ്രീ ഹീറ്റായിട്ട് വരും. അതിനുശേഷം പിസ്സ വെച്ച് കൊടുത്ത് നമുക്ക് ഒരു 15 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം. ഓരോരുത്തരുടെ അവൻ്റെ ചൂട് വ്യത്യാസം ഉണ്ടാവുമായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് ഒരു 12 മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് നോക്കണം റെഡി ആയിട്ടുണ്ടോയെന്ന്. ഇല്ലെങ്കിൽ ഒരു 15 to 20 മിനിറ്റ്സ് വരെ, അതിനുള്ളിൽ എന്തായാലും നമ്മുടെ പിസ്സ റെഡിയായി കിട്ടും. ബോത്ത് ഗ്രിൽ ഓണാണ്, ടോപ്പും ബോട്ടും ഓണാണ്. അങ്ങനെ നമ്മുടെ പിസ്സ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 15 to 20 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ അത് നമുക്ക് റെഡിയായി കിട്ടും. പിസ്സ ഡോ ആണ് ഏറ്റവും പെർഫെക്റ്റായി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് നല്ല അടിപൊളി പിസ്സ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വീട്ടിൽ. ഉണ്ടോ, നല്ല സൂപ്പർ ടേസ്റ്റിയാണ്, അടിപൊളി പിസ്സയാണ്.